friends, welcome to Brilliance TV. വിദ്യാസമ്പന്നനായ ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ് ഒരു സർക്കാർ ഉദ്യോഗം എന്നത്. കേരള സർക്കാർ ഉദ്യോഗം നേടിയെടുക്കുന്നതിനായി ഓരോ ഉദ്യോഗാർത്ഥികളും ആദ്യപടിയായി ചെയ്യേണ്ടത് PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ ബയോഡേറ്റ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. PSCയുടെ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്ന ലോഗിൻ ID പാസ്വേഡ് ഉപയോഗിച്ച് PSCയുടെ എല്ലാ തുടർ വിജ്ഞാപനങ്ങൾക്കും നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ്. PSCയെ ആദ്യമായി സമീപിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് PSCയുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ എന്നുള്ളത്. PSC One Time Registrationന്റെ വിവിധ ഘട്ടങ്ങൾ Brilliance TV നിങ്ങൾക്കായി പരിചയപ്പെടും. കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങൾ പ്രകാരം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് 10 വർഷത്തെ പ്രാബല്യമുണ്ടായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിൽ ഉദ്യോഗാർത്ഥിയുടെ പേര്, ഫോട്ടോ എടുത്ത തീയതി എന്നിവ നിർബന്ധമാണ്. 1. പരീക്ഷാർത്ഥിയുടെ മുഖവും തോൾഭാഗവും വ്യക്തമായി പതിഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരിക്കണം. 2. 200 പിക്സൽ ഉയരവും 150 പിക്സൽ വീതിയുമുള്ള JPG ഫോർമാറ്റ് ഉള്ളതും 30 KB ഫയൽ സൈസിൽ അധികരിക്കാത്തതുമായ ഇമേജുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യപ്പെടുകയുള്ളൂ. 3. വെളുത്തതോ ഇളം നിറത്തിലോ ഉള്ള പശ്ചാത്തലത്തിലെടുത്ത ഫോട്ടോ ആയിരിക്കണം. 4. മുഖം നേരെയും പൂർണ്ണമായും ഫോട്ടോയുടെ മധ്യഭാഗത്ത് പതിഞ്ഞിരിക്കണം. 5. കണ്ണുകൾ വ്യക്തമായും കാണത്തക്ക വിധത്തിൽ ആയിരിക്കണം. 6. തൊപ്പി, മതാചാരത്തിൻ്റെ ഭാഗമായുള്ള തൊപ്പി, ശിരോവസ്ത്രം എന്നിവയൊഴിച്ച് ഗോഗിൾസ് എന്നിവ ധരിച്ചെടുത്തതും മുഖത്തിൻ്റെ ഒരു വശം മാത്രം കാണത്തക്ക വിധത്തിലുമുള്ളതുമായ ഫോട്ടോയോട് കൂടിയ അപേക്ഷകൾ സ്വീകാര്യമല്ല. കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങൾ പ്രകാരം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സിഗ്നേച്ചർ മാക്സിമം സൈസ് 30 KB, ഇമേജ് ഡൈമെൻഷൻ 150 വിഡ്ത്ത് ബൈ 100 ഹൈറ്റ് പിക്സൽ, ഇമേജ് ടൈപ്പ് JPG വിധത്തിലുള്ളതായിരിക്കണം. വെളുത്ത പശ്ചാത്തലത്തിൽ നീലയോ കറുപ്പോ മഷിയിൽ രേഖപ്പെടുത്തിയതാവണം. തിരിച്ചറിയൽ രേഖയായി പാൻ കാർഡ്, ആധാർ കാർഡ്, ഇലക്ടോറൽ ID എന്നിവ ചേർക്കാവുന്നതാണ്. കേരള PSC തുളസി എന്ന വെബ്സൈറ്റിൽ PSC One Time രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ന്യൂ രജിസ്ട്രേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് പിന്നെ വരുന്ന വിൻഡോയിൽ ആദ്യമായി നമ്മുടെ പേര് ഇനിഷ്യൽ അവസാനം വരുന്ന വിധത്തിൽ ടൈപ്പ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിക്കണം. അടുത്തതായി നിങ്ങളുടെ ജനന തീയതി, ഡേറ്റ്, മന്ത്, ഇയർ വൈസിൽ ടൈപ്പ് ചെയ്യുക. ഒരിക്കൽ കൂടി ജനന തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ പേര് SSLC സർട്ടിഫിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒഴിവാക്കി ടൈപ്പ് ചെയ്യുക. അടുത്തതായി അമ്മയുടെ പേര് SSLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ. അത് കഴിഞ്ഞ് നിങ്ങളുടെ മതം, റിലീജിയൻ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ SSLC സർട്ടിഫിക്കറ്റിൽ വരുന്ന രീതിയിലായിരിക്കണം. നമുക്ക് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ് ഒരിക്കലും പിന്നെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല. അടുത്തതായി നിങ്ങളുടെ ജാതി ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഉപജാതി, നിങ്ങൾക്ക് റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഉപജാതി സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ID പ്രൂഫായിട്ട് ആധാർ തന്നെ കൊടുക്കണം. ആധാർ മസ്റ്റാണ്. ആധാർ നമ്പർ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ആസ് പെർ PSC റൂൾ.
അല്ല ആധാർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ പതിപ്പിച്ച ഏത് ID പ്രൂഫും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നൽകുക. നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കേണ്ടുന്ന PSCയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണ്. അതിലാണ് നിങ്ങൾക്ക് SMS ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായി നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാവുന്ന ഒരു യൂസർ ID പാസ്വേഡ് സെഗ്മെന്റ് ആണ് വരുന്നത്. എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു യൂസർ ID വിത്തൗട്ട് സ്പേസ്, ഇടയ്ക്ക് സ്പേസ് ഇല്ലാതെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ യൂസർ ID അവൈലബിൾ ആണെങ്കിൽ അത് സൈറ്റ് ഒരു ടിക്ക് മാർക്ക് തരുന്നതാണ്. അതിനുശേഷം ആ യൂസർ ID തന്നെ ഒരു വട്ടം കൂടി കൺഫേം ചെയ്യുക. അതിനുശേഷം വരുന്നത് പാസ്വേഡാണ്. പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പേരിൻ്റെ ലെറ്റേഴ്സോ ഡേറ്റ് ഓഫ് ബർത്തോ ഏതെങ്കിലും പെട്ടെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് തന്നെ വീണ്ടും ഒന്നും കൂടി കൺഫേം ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്നത് ഒരു ഡിക്ലറേഷൻ പാർട്ടാണ്. ഡിക്ലറേഷൻ പാർട്ടിൽ ഒരു ക്യാപ്ച കോഡ് ഉണ്ടാവും. ആൽഫബറ്റ്സോ ലെറ്റേഴ്സോ കിട്ടുന്ന ഒരു ക്യാപ്ച കോഡ് ഉണ്ടാവും. അത് വളരെ സെൻസിറ്റീവാണ്. വളരെ സൂക്ഷിച്ച് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡിക്ലറേഷൻ മാർക്ക് ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും നമുക്ക് ഈ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ, അടിസ്ഥാന വിവരങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനുശേഷം നിങ്ങൾക്കൊരു വിൻഡോ നമുക്ക് കിട്ടും. യു ഹാവ് സക്സസ്ഫുള്ളി ഇനിഷ്യേറ്റഡ് യുവർ രജിസ്ട്രേഷൻ അറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. യു ക്യാൻ ലോഗ് ഇൻ വിത്ത് യുവർ യൂസർ ID ആൻഡ് പാസ്വേഡ് ടു കംപ്ലീറ്റ് ദ രജിസ്ട്രേഷൻ പ്രോസസ്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂസർ IDയും പാസ്വേഡും കൊണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം യൂസർ ID കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന യൂസർ ID കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തതിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കയറാവുന്നതാണ്. ലോഗിൻ കൊടുക്കുക. ഇനി അഥവാ നിങ്ങളുടെ പാസ്വേഡോ യൂസർ IDയോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് നമുക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് മെസ്സേജ് വരുന്ന നമുക്ക് വീണ്ടും അത് ഒന്നും കൂടി അറ്റൈൻ ചെയ്തെടുക്കുന്നതിനും സാധിക്കുന്നതാണ്. യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് 1ൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും നാഷണാലിറ്റി ഈ 2 കോളം മാത്രം നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ മതിയാകും. മറ്റുള്ള കോളങ്ങൾ നമ്മൾ ഓൾറെഡി ഫില്ലാണ്. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞ് സ്റ്റെപ്പ് 2 നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സാണ്. ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, പ്ലേസ്. പിന്നെ വരുന്നത് പോസ്റ്റ് ഓഫീസാണ്. നിങ്ങളുടെ അഡ്രസ്സിൽ ഏതാണോ പോസ്റ്റ് ഓഫീസ് അത് കൊടുക്കുക. പിന്നെ പിൻകോഡ് ശ്രദ്ധിക്കുക. റെഡ് മാർക്കിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എല്ലാം മാൻഡേറ്ററി ഡീറ്റെയിൽസ് ആണ്. അത് ഫില്ല് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നതെല്ലാം മാൻഡേറ്ററി ആണ്. പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ആണ്. പിന്നെ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, താലൂക്കുണ്ട്, അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി ഉണ്ട്. പഞ്ചായത്താണോ വില്ലേജ് മുനിസിപ്പാലിറ്റി ആണോ അങ്ങനെയുള്ളത് ലോക്കൽ ബോഡി ഉണ്ട്. ലോക്കൽ ബോഡി ടൈപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. നമുക്ക് നമ്മുടെ മുൻപിലുള്ള പെർമനൻറ്റ് അഡ്രസ്സ് തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് വരുവാണെങ്കിൽ സെയിം ആസ് എബൌട്ട് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇല്ല വ്യത്യാസമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ കോൺടാക്റ്റ് ആണ്. കോൺടാക്റ്റ് മീൻസ് നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID. നമ്മുടെ ഇനി വരുന്ന ഫർദർ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ മൊബൈൽ നമ്പറിലും മെയിൽ IDയിലുമായിരിക്കും അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി തന്നെ കൊടുക്കുക. മൊബൈൽ നമ്പറിൽ വ്യത്യാസം വരരുത്. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. സ്റ്റെപ്പ് 2 കഴിഞ്ഞു. അടുത്തതായി നമ്മൾ സ്റ്റെപ്പ് 3 പോകുന്നത്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ വീഡിയോയുടെ ആദ്യ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഏത് രീതിയിലുള്ളതായിരിക്കണം, അത് അളവനുസരിച്ച് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക.
ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 30 KB ആണ്. ഇമേജ് ഡയമെൻഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ ആദ്യ ഭാഗം. നമ്മൾ എവിടെയാണോ ഫോട്ടോ ഫയൽസ് ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഡിക്ലറേഷൻ, നമ്മുടെ ഡിക്ലറേഷൻ പാർട്ടിന് തൊട്ട് മുമ്പായിട്ട് ഫോട്ടോയുടെ പേരും ആ ഫോട്ടോ എടുത്ത തീയതിയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ്, മന്ത്, ഇയർ വൈസിൽ തന്നെ ടൈപ്പ് ചെയ്യണം. പിന്നെ വരുന്നത് ഡിക്ലറേഷൻ പാർട്ടാണ്. 3 ഇതുണ്ട്. ഫോട്ടോഗ്രാഫിൽ ഒരു മാൽ പ്രാക്ടീസ് നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഡിക്ലറേഷനാണ്. അത് കൊടുക്കുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. നമ്മുടെ ഫോട്ടോഗ്രാഫും നമ്മുടെ പേരും വെച്ചിട്ട് അത് ഓക്കെ കൊടുക്കുക. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് നമ്മുടെ സിഗ്നേച്ചർ പാർട്ടാണ്. സിഗ്നേച്ചർ പാർട്ടും ഡീറ്റെയിൽസും വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതും കറക്റ്റ് അളവിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക, സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത 5ാമത്തെ പാർട്ടിലോട്ടാണ് പോകുന്നത്. 5ാമത്തെ പാർട്ടെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടോ, എഡിറ്റ് മാർക്കുണ്ട്, എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ട് ഡിക്ലറേഷൻ ഐ അഗ്രി കൊടുക്കുക. പ്രിന്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ സൂക്ഷിച്ചില്ല എങ്കിലും നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഓർമ്മയിൽ സൂക്ഷിച്ചാൽ മാത്രം മതിയാകും. നമ്മുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. നമുക്ക് അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അടുത്തതായിട്ട് ആഡ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് നമ്മുടെ കൈവശമുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഡീറ്റെയിൽസ്, SSLC മുതൽ SSLC, +2, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് കഴിഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. ആഡ് ക്വാളിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് ലെവലായിട്ട് 10th ലെവൽ കൊടുക്കുന്നു. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് THLC, VHSC, അങ്ങനെ ഒരുപാട് CBSE, ICSE ഒക്കെ ഉണ്ട്. നിങ്ങൾ ഏതാണോ പഠിച്ചത് അത് കൊടുക്കുക. ജനറൽ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരളത്തിലാണ് പഠിച്ചതെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരള കൊടുക്കുക. ഏത് സ്ട്രീമാണ്, റെഗുലർ ആണോ, ഡിസ്റ്റൻ്റ് ആണോ, പ്രൈവറ്റ് ആണോ, കറസ്പോണ്ടൻസ് ആണോ എന്നവർ സ്പെസിഫൈ ചെയ്ത് ചോദിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 10th ലെവലിൽ എത്ര മാർക്കാണ് കിട്ടിയത്, ആ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, അത് മാൻഡേറ്ററി അല്ല. ഗ്രേഡും കിട്ടിയ അത് മാർക്കും ഗ്രേഡും മാൻഡേറ്ററി അല്ല. പക്ഷേ അതിനുശേഷം വരുന്ന മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് അത് മാൻഡേറ്ററി ആണ്. നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്നതിനുള്ളൊരു ആധികാരിക രേഖ കൂടിയാണ് ഇത്. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. റിസൾട്ട് ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ആണോ, ഡിസ്റ്റിങ്ഷൻ ആണോ, സെക്കൻഡ് ക്ലാസ് ആണോ, ഒരു ജസ്റ്റ് പാസ് ആണോ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, 2005 ശേഷം 2006, 2007 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഉള്ളൊരു കാറ്റഗറിയിലല്ല, നിങ്ങൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം തുടങ്ങിയ സമ്പ്രദായമാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഇയർ ആണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് താഴെയുള്ള സ്റ്റെപ്സ് വരുന്നത്. അത് ശ്രദ്ധിക്കുക. രജിസ്റ്റർ നമ്പർ മാൻഡേറ്ററി ആണ് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ കൊടുത്തേ കഴിയുള്ളൂ. റിമാർക്സ് എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. അതിനുശേഷം നിങ്ങൾക്കൊരു ക്യാപ്ച കോഡ് ലഭിക്കും. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സേവ് ബട്ടൺ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാർക്ക് ഇല്ല, അതിന് കൂടുതലുണ്ട്, കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വന്ന് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മാർക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സേവ് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് എപ്പോഴും എഡിറ്റബിൾ ആണ്. ഒരു വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ഫോട്ടോയോട് കൂടി പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷനായിട്ടൊരു വിൻഡോ ഓപ്പൺ ആവും. വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഒരു OTP വരുന്നതാണ്, വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. ആ വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്നത് ഒരു ഡിക്ലറേഷൻ പാർട്ടാണ്. ഡിക്ലറേഷൻ പാർട്ടിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നുള്ളതൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ആണോ, എക്സ് സർവീസ് ആണോ, NCC സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ, സ്പോർട്സ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വെയിറ്റേജ് ക്ലെയിം ചെയ്യാനുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട് വരുന്നത്. അത് നന്നായിട്ട് വായിച്ചു നോക്കി യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക.
അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് ആണ്. യൂണിഫോം പോസ്റ്റുകളിലൊക്കെ ഫിസിക്കൽ സ്റ്റാറ്റസ് മസ്റ്റാണ്. അതുകൊണ്ട് ഹൈറ്റ്, ചെസ്റ്റ്, നമ്മുടെ വിഷൻ പെർഫെക്റ്റ് ആണോ, ഹിയറിംഗ് പെർഫെക്റ്റ് ആണോ, മസിൽസ് ജോയിൻസ് ഒക്കെ പെർഫെക്റ്റ് ആണോ, ഇത് മെയിനായിട്ട് ചോദിക്കുന്നത്. എല്ലാ കാര്യങ്ങളും മാൻഡേറ്ററി ആണ്. യൂണിഫോം ഫോഴ്സസിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണിത്. യൂണിഫോം ഫോഴ്സസിന് നമ്മുടെ നെർവസ് സിസ്റ്റം പെർഫെക്റ്റ് ആണോ അതൊക്കെ കൊടുക്കാം. റിമാർക്സ് എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. എക്സസ് കോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സസ് കോഡ് കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. ഇതും നിങ്ങൾക്ക് എഡിറ്റബിൾ ആണ്. ഭാവിയിൽ നിങ്ങൾക്കത് മാറ്റി കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ, മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. നിങ്ങൾക്ക് PSC ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏത് വർഷം മുതലാണ് ജോയിൻ ചെയ്തത്, ഏത് വർഷം വരെ അവിടെ വർക്ക് ചെയ്തു, എന്തായിരുന്നു ഡെസിഗ്നേഷൻ, സാലറി മുതലായ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്കത് കൊടുക്കാം. അത് മാൻഡേറ്ററി ആണ്. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മാൻഡേറ്ററി ആണ്. അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഭാഷകളുടെയാണ്. സംസാരിക്കാൻ കഴിയുന്നവ, വായിക്കാൻ കഴിയുന്നവ, എഴുതാൻ കഴിയുന്നവ, നിങ്ങളുടെ മാതൃഭാഷ എന്നിവ നമുക്കത് എത്ര ഭാഷ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മലയാളമാണ്. മലയാളം നിങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ കഴിയും, നമ്മുടെ മാതൃഭാഷയാണ്. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഏത് ഭാഷ വേണമെങ്കിലും, ഇന്ത്യയിൽ നിലവിലുള്ള ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്കതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ മേൽപ്പറഞ്ഞ വിവരങ്ങളെല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൊഫൈൽ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാണുന്ന വിൻഡോയിൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, മൈ പ്രൊഫൈൽ ഉണ്ട്, മൈ ആപ്ലിക്കേഷൻ, നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് വരുന്ന അഡ്മിഷൻ ടിക്കറ്റ്, നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള അഡ്മിഷൻ ടിക്കറ്റ്സ് ഇല്ല, നിങ്ങൾക്ക് കൊടുക്കുന്ന അഫിഡവിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് PSC അറിയിക്കുന്ന എന്തെങ്കിലും മെസ്സേജസ് അതൊക്കെ നിങ്ങളുടെ ഇതിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്ന് കിടക്കും. ഇല്ല നമ്മളൊരു എക്സാം എഴുതി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കിട്ടുന്നതാണ്, നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആവുന്നതാണ്. അങ്ങനെ പ്രൊഫൈൽ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂസർ ID യും പാസ്വേഡും മറക്കാതെ സൂക്ഷിക്കുക.